നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്ത് വാദ്യോപകരണങ്ങൾ വ്യാപകമാകും. വാദ്യോപകരണങ്ങൾ വ്യാപകമാകുമെന്ന് മാത്രമല്ല, അതിനെ ഹലാലാക്കുന്ന ആളുകളും ലോകത്ത് പ്രത്യക്ഷപ്പെടും. ഹലാലാണെന്ന് പറയുന്ന ആളുകളും വരും. അപ്പം വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ ഒരു എക്സ്ട്രീം വേർഷനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. DJ എന്നൊക്കെ പറയുന്ന സംഭവം, അതൊക്കെ എന്തുകൊണ്ട് അള്ളാഹു അതിനെ എന്തുകൊണ്ട് ഇസ്ലാമിൽ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹു റസൂലും അത് ഹറാമാക്കി. എല്ലാത്തിനും മറുപടിയില്ല. എന്തുകൊണ്ടാണ് ഇത് ഹറാമാക്കി എന്ന് പറയേണ്ട ഉത്തരവാദിത്തം യജമാനില്ലല്ലോ. ഒരു രാജാവിന് ഒരു അടിമയോട്, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്, ഒരു അടിമയോട് ഒരു ഉത്തരവിറക്കുമ്പോൾ അതെന്തിനാണ് നീ ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം രാജാവിനില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സുകളിൽ അമിതമായ മ്യൂസിക് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വഖർ ഇട്ട് കൊടുക്കുമെന്നാണ്. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഒരു മൂടി, ഒരു മറ ഇട്ട് കൊടുക്കുമെന്നാണ്. പിന്നീട് അവർക്ക് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനോട് താല്പര്യമുണ്ടാവുകയില്ല. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോഴോ വഅദ് കേൾക്കുമ്പോഴോ അവർക്കത് ഉൾക്കൊള്ളാനുള്ള മാനസിക ശേഷി ഉണ്ടാവുകയില്ല. കാരണം മ്യൂസിക്കിനാൽ അവരുടെ ഹൃദയത്തിൽ വഖർ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അവർ ചെയ്യുന്നത് മുഴുവനും തോന്നിവാസങ്ങളായിരിക്കും. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി, അങ്ങനെ പല സംഭവങ്ങളും കാണാൻ സാധിക്കും. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, മ്യൂസിക്കിന്റെ അപകടങ്ങൾ അറിഞ്ഞ് പല ദേശങ്ങളിലും ആഗോളതലത്തിൽ ലോകത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന്. മ്യൂസിക്കിന്റെ അപകടം മനസ്സിലാക്കിയിട്ട് ഇത് ഹറാമാണെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഇസ്ലാമിലേക്ക് വരിഞ്ഞ എത്ര ആളുകളുണ്ട് ലോകത്ത്. ഉദാഹരണങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ ആലോചിക്കുക, അത് നമ്മുടെ ഹൃദയത്തിൽ വഖർ ഉണ്ടാക്കുമെന്ന്.